വിദ്യാർത്ഥിയടക്കം 3 പേരെ വൻ ലഹരി വേട്ടയിൽ ചിറയൻകീഴ് പോലീസ് പിടികൂടി. അവൻ അതിലൊരു കേസിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന്? ഞാൻ അവൻ്റെ അമ്മയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേള്. അടിപിടി കേസിലാണ് കൊണ്ടുപോകണം എൻ്റെ മോനെ, അല്ലാതെ ഒരു MDM കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയല്ലേ ചെയ്തത്. അവന് 25 വയസ്സേ ഉള്ളു. എൻ്റെ പൊന്നുമോനെ അവൻ അശകത്തിട്ട് തൊല്ലിച്ചതച്ച്. ഞാൻ നിൽക്കുന്നത് ചിറയൻകീഴാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയടക്കം 3 പേരെ വൻ ലഹരി വേട്ടയിൽ ചിറയൻകീഴ് പോലീസ് പിടികൂടി എന്ന ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങൾ വഴി, പത്രദൃശ്യ മാധ്യമങ്ങൾ വഴി നമ്മുടെ പ്രേക്ഷകർ കേട്ടതാണ്. ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതിലെ ഒരു പ്രധാന പ്രതി അഗ്രസിന്റെ വീട്ടിലാണ്. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെ പോകണം? എന്ത് കാര്യം? എന്ത് നിങ്ങളുടെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മകനും ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടില്ലേ? ഏത് കേസ്? ഏത് കേസ്? എന്റെ മോൻ ലഹരി കച്ചവട കേസിൽ ഉൾപ്പെട്ടിട്ടില്ല. അവൻ അതിലൊരു കേസിൽ ഉൾപ്പെട്ടിട്ടില്ല. വിഷയത്തിലില്ല. എന്റെ വിഷയത്തിലില്ല. ഞാൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേള്. നിങ്ങളെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് നിൽക്കാതെ എന്റെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഞാൻ അവന്റെ അമ്മയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേള്. നിങ്ങൾ മീഡിയക്കാർ വന്ന് ഒരു കുട്ടിയുടെ ഭാവി തകർക്കാന്ന് വെച്ചാൽ അത് ശരിയാവുന്ന ഏർപ്പാടല്ല. നിങ്ങളടുത്ത് ആര് പറഞ്ഞു എന്റെ മോൻ അങ്ങനെ ചെയ്തെന്നുള്ളത്? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന്? എനിക്കൊരു നുണയും പറയണ്ട എന്റെ മോനെ രക്ഷിക്കാൻ. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അത് നമ്മൾ പുറത്തു വിടും. ഞാൻ സത്യമാണല്ലോ പറയുന്നത്. ഒരു എങ്ങനെയാണ് നിങ്ങളുടെ മകൻ അതിനകത്ത് പ്രതിയായത്? എൻ്റെ ഒരു പയ്യ ഒരു 8 മണി സമയത്ത് വെള്ളിയാഴ്ച അന്നാണ് അമ്മ അവിടെ ഒരു ചെറിയ പ്രശ്നം നടന്നിട്ട് ഇവന്മാരെല്ലാവരും കൂടെ അഗ്രസിനെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം? അതൊന്നും അറിയില്ല അമ്മ. ഒരു പയ്യനെ തിരക്കി അവിടെ ചെന്നതാണ്. അപ്പോൾ ഇവന്മാരെല്ലാവരും കൂടെ അവനെ വളഞ്ഞിങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ഇവനെ ജീപ്പിൽ പോലീസ് വെച്ചിരിക്കുന്ന സംഭവമാണ് കാണുന്നത്. പോലീസിൻ്റെ മുമ്പായിട്ടും അവന്മാരടിക്കുകയാണ് എൻ്റെ മോനെ. അവിടെയുള്ളവന്മാർ കഞ്ചാവ് കേസ് പ്രതി അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ ആ വീഡിയോയിൽ പറയുന്ന രംഗമുണ്ട്. എൻ്റെ പോക്കറ്റിലൊന്നും വെക്കല്ലേ എന്ന്. മനഃപൂർവ്വം എൻ്റെ മോനെ അവിടെ അവർ കുടുക്കി. ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു കഞ്ചാവും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഇവൻ ഏതോ ഒരു കൂട്ടുകാരനെ കാണാൻ ചെന്നപ്പോൾ യവന്മാർ മനഃപൂർവ്വം എല്ലാവരും കൂടെ തടഞ്ഞു വെച്ച് ഇവൻ ആക്രമിക്കുകയായിരുന്നു. നിരപരാധിയായ ഒരു കുട്ടിയുടെ ജീവിതം അവർ തൊലച്ച് പോലീസുകാരാണ് അവർ. അപ്പം അന്ന് രാത്രി അവരിവിടെ കൊണ്ടുവന്ന സമയത്തൊന്നും ഇവന്റെ കയ്യിൽ കഞ്ചാവോ ഇല്ല. അവരടുത്ത് ഞാൻ ചോദിച്ചു എന്തിന് എൻ്റെ മോനെ ഇപ്പം ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന അത് അവിടെ പ്രശ്നം നടന്നുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആടി കൂടിയതുകൊണ്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. എൻ്റെ മകൻ ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. എൻ്റെ മകൻ അവൻ ആമ്പിളരാണ്. അവർക്ക് ഒത്തിരി കുരുത്തക്കേട് കാണും. ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇല്ല. നമ്മൾ വിളിച്ച് സിയെ വിളിച്ചപ്പോൾ സിയെ പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നൊന്നും ഒരു സാധനം കിട്ടിയിട്ടില്ല, അവനെ രാവിലെ നമ്മൾ വിടും എന്ന് പറഞ്ഞു സിയെ. 10 മണിയായപ്പോൾ വീണ്ടും വക്കീൽ വിളിച്ച് ചോദിച്ച് എന്താ അവനെ വിടുന്നില്ലേ എന്ന് വെച്ചാൽ പറഞ്ഞ് ഇപ്പം വിടാം, അവൻ്റെ കയ്യിൽ നമുക്കൊന്നും കിട്ടിയിട്ടുമില്ലെന്ന് പറഞ്ഞ്. അല്ല, അഗ്രസിൻ്റെ കേസിനകത്ത് അഗ്രസിനെ സാധനമൊന്നും ഇല്ലാതെയാണ് പിടിച്ചുകൊണ്ട് പോയത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ അവർ പറയുന്നത് മറ്റേതോ പ്രതിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനം അഗ്രസുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് പറയുന്നത്. തലേ ദിവസമാണ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പിടിച്ചുകൊണ്ട് പോയ ദിവസം ഇത്തരം സാധനമൊന്നും അയാളെ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. അല്ല, അത് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ അയാളുടെ പൊസഷനിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല. അല്ല, മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നാണ് വീട്ടുകാരുടെ പ്രാഥമികമായ നിഗമനം. അപ്പോൾ അത് കൂടുതൽ തെളിവുകൾ ബോധ്യപ്പെട്ടിട്ട് അത് കോടതി ബോധിപ്പില്ല. അതെ. ഞങ്ങൾ നിൽക്കുന്നത് അഡ്വക്കേറ്റ് വി ഷാജി, അദ്ദേഹമാണ് അഗ്രസിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന കാര്യം. ഈ ഒരു വിഷയത്തിൽ നിയമത്തിൻ്റെ ഏത് സാധ്യത വരെയും അവർ സഞ്ചരിക്കുമെന്നാണ്. ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലോളം എത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. പോലീസ് മനഃപൂർവ്വം എൻ്റെ മോനെ കുടുക്കിയതാണ്. അവർക്ക് എന്തോ എൻ്റെ മോൻ്റെ അടുത്ത് വൈരാഗ്യം ഉണ്ട്. തൻ്റെ മകനെ ലഹരി കേസിൽ ഉൾപ്പെടുത്തി തന്റെ മകനെ മർദ്ദിച്ചു. മകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു. 25 വയസ്സേ ആയോളൂ എൻ്റെ മോൻ. പഠിത്തത്തിൽ നല്ല ബ്രില്യൻ്റ് കുട്ടിയായിരുന്നു എൻ്റെ മോൻ. അവർ തകർത്ത് തരിപ്പണമാക്കി അവൻ്റെ ഭാവി ജീവിതം തീർത്ത്. ആ രീതിയിൽ ഈ പോലീസുകാർ കുറേ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ ഇത് വന്ന് അവർക്കെതിരെ നമ്മൾ പോകും, നിയമസഹായം നമ്മൾ തേടും. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കെതിരെ നമ്മൾ പോകും. കാരണം നമ്മളെ മോഹൻ നിരപരാധിയാണ്. ഇത് എൻ്റെ മോനെ തകർത്തത് എൻ്റെ ഹസ്ബൻഡിനുള്ള വിരോധമാണ്. പോലീസുകാർ പറഞ്ഞ് സംസാരിക്കാൻ
പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് അമ്മയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 സെക്കൻഡ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാണ് CA എന്ന് പറഞ്ഞു. എൻ്റെ മോനെ എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, അവൻ ചരിഞ്ഞു വീഴുന്നു. അവർ നേരം വെളുക്കുന്ന വരെ മർദ്ദിച്ച് 3 പോലീസുകാരും CAയും കൂടെയാണ് മർദ്ദിച്ചത്. ചൂടുകല്ലിനാണ് എൻ്റെ തലക്കിടിച്ചത് അമ്മ എന്ന് പറഞ്ഞ്. ഏതൊരു വ്യക്തിയായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പണിഷ്മെന്റ് കൊടുക്കാനുള്ളത് കോടതിയാണ്, അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷൻ അല്ല. എന്തായാലും ശരി, ചിറയൻകീഴ് പോലീസിന് നേരെ ഗുരുതര ആരോപണങ്ങളാണ് ഒരു അമ്മ ആരോപിക്കുന്നത്. തന്റെ മകനെ ലഹരി കേസിൽ ഉൾപ്പെടുത്തി തന്റെ മകനെ മാരകമായി മർദ്ദിച്ചു, ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ചുമത്തി തന്റെ മകനെ ജയിലിൽ അടച്ചു എന്നാണ്. എന്തായാലും ശരി, ഈ ഒരു വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നു. ഈ ഒരു വാർത്തയിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇവരുടെ മകൻ നിരപരാധിയാണ് എങ്കിൽ നീതി വാങ്ങിക്കൊടുക്കേണ്ടത് നിയമ സംവിധാനത്തിന്റെ കടമയാണ് എന്ന് പറയുന്നു. ഇവർക്ക് നീതി വേണം, അതിനുവേണ്ടിയാണ് ഇപ്പോൾ മാധ്യമത്തിന് മുന്നിൽ വന്നത്. നമ്മുടെ പ്രേക്ഷകരും നിയമ സംവിധാനവും ഇവർക്കൊപ്പം നിൽക്കണം. ക്യാമറമാൻ അരുൺ സഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.